ഇവളെ നീ ആയി നോക്കേണ്ടത്. ഇവളെ മോളെയും നീ കൊണ്ടുപോയിക്കോണം. അമ്മേ, ഇവരേ ഉള്ളൂ അമ്മയുടെ കയ്യിൽ നിനക്ക് തരാനായിട്ട്. ആടിനെ അശോകം കൊണ്ടുപോയിക്കോട്ടെ. അവനാവുമ്പോ വരെ കാര്യമായിട്ട് നോക്കിക്കൊള്ളും. പശുവിനെ നോക്കാൻ നീ ആ മെടുക്കി. പശുവിനെ 4നെയും ഗോപനും പിള്ളേരും പോയാലുടനെ നീ കൊണ്ടുപോയി നോക്കിക്കോണം. അതുവരെ അവരിവിടെ നിന്നോട്ടെ. ആ പൊടിക്ക് കിടാവെന്ന് വെച്ച ജീവനാ. കേട്ടല്ലോ പറഞ്ഞത്. ചേട്ടാ, ഈ അണ്ണാന്റെ ഹെയർ മുഴുകെ കൊഴിഞ്ഞു പോകുമ്പോഴാ ഒന്നുണ്ടാവുന്നത്. ആര് പറഞ്ഞു? മീനു ചേച്ചി. മീനു ചേച്ചിയോ ഷീനി ചേച്ചിയോ? മീനു ചേച്ചി. എനിക്കറിയില്ല, പറഞ്ഞവരോട് തന്നെ പോയി ചോദിക്കും. മീനു ചേച്ചി, മീനു ചേച്ചി. എന്റെ ഓർമ്മയിലുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഈ മണ്ണാ. അന്നൊക്കെ പിന്നെ ആർക്കാ ഈ നാട്ടിലെ മണ്ണും ഭൂമിയും ഒക്കെ ഉള്ളത്? അമ്മയുടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തെല്ലാം നോക്കി. ഓ, ഞാനിവിടെ ചുമ്മാ ഒന്ന് കിടക്കുമായിരുന്നു. ഇവിടെ ആവുമ്പോ ഉച്ച തിരിഞ്ഞാ നല്ല കാറ്റാ. ഇപ്പഴീ പാല പൂത്ത കാലവും കൂടെ ആയതുകൊണ്ട് നല്ല സുഖമാ. കൊള്ളാം. എന്താമേ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്റെ മക്കളെല്ലാം വലിയ വലിയ നിലയിലും പദവിയിലും ഒക്കെ ആയി കഴിഞ്ഞെന്നായിരുന്നു. പക്ഷെ അവരുടെ കൊച്ചുങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പൂട്ടുകാരൻ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്ന കാശ് കിട്ടണമെന്ന് പറഞ്ഞാലേ, ഒന്ന് ഓർത്തു നോക്കിയാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ നേരത്തെ അതും ഇതുമൊക്കെ കേട്ടത് തീരെ അങ്ങ് ചുമ്മാതായിരുന്നില്ല. നീയും കൂടെ എന്താ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു കളഞ്ഞത്? ഓ, ആരാണ്ടോടൊക്കെ ആയിട്ട് ഒരുപാട് പേരോട് എനിക്ക് യാത്ര ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാരോടും ചോദിച്ചു. ഇനി അങ്ങ് പോയാ മതി. അമ്മയ്ക്ക് നേരത്തെ ഒന്ന് വേണമെങ്കിൽ പോയി അവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ പോയാൽ എല്ലാം കണ്ട് മനസ്സിലാക്കി വൈകുന്നേരം ആകുമ്പോഴേക്കും എത്താം. ഓ, എന്ത് കാണാനാ? എന്തായാലും അങ്ങോട്ട് തന്നെയല്ലേ പോകാനുള്ളൂ. പിന്നെ ഇപ്പൊ നേരത്തെ പോയി കണ്ടിട്ട് എന്ത് കിട്ടാനാ? എന്നാലും പരിചയമില്ലാത്തവരിടത്തോട്ട് കയറി ചെല്ലുന്നതിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ. നീ ഉദ്ദേശിക്കുന്നത് പോലെ എനിക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ അങ്ങനെ വലിയ പേടിയും ഭയമൊന്നുമില്ല. പേടിയുടെ അല്ല, അറിഞ്ഞാ കൊള്ളാവുന്നുണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നാ മതി. നിങ്ങൾ എല്ലാരും കൂടെ വന്നാണോ എന്നെ അവിടെ കൊണ്ടാകുന്നത്? അതോ കൊണ്ടുപോകാനായിട്ട് അവരുടെ വണ്ടി വരുമോ? ഞങ്ങളെല്ലാരും കൂടെ വന്ന് അമ്മയെ അവിടെ ആക്കി അവിടെ വല്ലാം പരിചയമാക്കി തന്നിട്ടേ ഇങ്ങ് പോരുള്ളൂ. അവിടെ പിന്നെ നോക്കാൻ വേറെ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇല്ലാതെ. അപ്പോ നിങ്ങൾ ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ അങ്ങ് സുഖമായിട്ട് കഴിഞ്ഞാൽ മാത്രം മതി. അവിടെ കിടക്കാൻ കട്ടിലും പായും ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് അവിടെ ഒരു ഒന്നാം തരം റൂം തന്നെയുണ്ട്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള സെപ്പറേറ്റ് ആയിട്ടൊരു ബെഡ്റൂം. കുന്നിന്റെ മുകളിലായതുകൊണ്ട് എപ്പോഴും നല്ല കാറ്റാ. ആ വീഡിയോ കൂടെ അങ്ങ് എടുത്തോണ്ടാ മതി. കാണാനോ? വെറുതെ ഇരിക്കുമ്പോ. അതൊക്കെ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഉണ്ട്, കോമൺ ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതല്ലേ ഒന്നുകൂടെ സൗകര്യം. ഇട്ട വേഷമല്ലാതെ മറ്റൊന്നും ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകില്ല. എന്നെ പോലെ തന്നെ മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അല്ലയോ അവിടെ കഴിയുന്ന ബാക്കിയുള്ളവരും. അവരെങ്ങനെ കഴിയുന്നു അങ്ങനെ ഞാനും കഴിയുന്നുള്ളൂ. പക്ഷെ നമുക്ക് വേറെ എന്ത് ചെയ്യാൻ ഒക്കും? അമ്മ നമ്മുടെ കൂടെ വരാൻ തയ്യാറായിരുന്നെങ്കിൽ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. മാലിനി ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നോക്കുന്നത് പോലെ ഞാൻ നോക്കിക്കൊള്ളാമായിരുന്നു.
വരിയില്ലെന്ന് അഡമന്റായിട്ട് അങ്ങ് നിന്നാൽ എന്തു ചെയ്യും? ഞാൻ എത്ര പറഞ്ഞു നോക്കി, ഇത് കൂടുതൽ എങ്ങനെയാ? തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അമ്മ പിന്നെ അതിൽ നിന്ന് ഇളകില്ല. എനിക്കറിയാം അമ്മേ. രണ്ട് സൈഡും ഷീനി തനിച്ചാണോ കളിക്കുന്നത്? ആളില്ലാഞ്ഞിട്ടാണെങ്കി അല്ല, വേണ്ട, ഇരുന്നോളൂ, ഞാൻ പോന്നു. എന്താ വേണ്ടേനായിട്ട്? വാട്ട് ഹാപ്പൻഡ്? He's a beast. Beast. എന്നാ എല്ലാരോടും പോട്ടെ മക്കളെ. അമ്മൂമ്മയോടൊന്ന് ഫോൺ ചെയ്യണം. ചെയ്യാം. ഇന്ന് വിളിക്കണം. ഇന്നിപ്പോ എന്താ വിളിക്കാൻ? നാളെ വിളിക്കാം. എപ്പോ? നാളെ രാവിലെ. രാവിലെ എത്ര മണിക്ക്? മോള് പലഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മമ്മ വിളിക്കാം, കേട്ടോ? പശുവിന്റെ ആടിന്റെയും കാര്യമൊക്കെ ഞാൻ അമ്മിണിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതവക്കാ. അതവള് നിങ്ങൾ പോയിട്ട് വേണ്ടതുപോലൊക്കെ ചെയ്തോളും. അതുവരെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇവിടെ നിന്നോട്ടെ. നടക്കുമെന്ന് തോന്നുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ എന്നെ ഈ പുരയിടത്തിൽ തന്നെ ദഹിപ്പിക്കാൻ ഇടയായ ആ മാവ് തന്നെ വെട്ടണം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാനിപ്പോ എങ്ങോട്ടോ പോവാണല്ലോ. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാൻ അങ്ങോട്ട് വരരുത്, പിള്ളേര് പോലും. ഇവിടെ ഓഫീസിൽ ഫോർമാലിറ്റീസ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അതെല്ലാം കഴിച്ചു വെച്ചിരിക്കുക. പിന്നെ ഒന്ന് നേരിട്ട് ചെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വാ. എന്നാലിനി നിങ്ങൾ പൊയ്ക്കോ. പക്ഷെ നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് പോകുന്നത് ഇവിടെ ഒറ്റയ്ക്ക് നോക്കി നിൽക്കാൻ എനിക്ക് സങ്കടമുണ്ട്. എനിക്കത് താങ്ങുകയല്ല. അതുകൊണ്ട്
ആദ്യം ഞാനങ്ങ് പോവാം. ഞാൻ പോയി കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. ഇവിടെ വൈകിട്ട് ഞാൻ ഇപ്പോഴങ്ങ് പരിചയമായിക്കൊള്ളൂ. അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കണ്ട. എന്നാ അങ്ങനെ ഞാനങ്ങ് പോയിട്ടേ നിങ്ങൾ പോകാവേ.